പാലക്കാട് വീണ്ടും നിപ്പ. കുമരംപുത്തൂരിൽ മരിച്ച 57-കാരന്റെ മകനും നിപ്പ സ്ഥിരീകരിച്ചു. മഞ്ചേരി ലാബിലാണ് പ്രാഥമിക പരിശോധന നടത്തിയത്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നത് ശ്രീജിത്ത് ശ്രീകുമാരനാണ്. ശ്രീജിത്ത്, ഈ നിപ്പ മരിച്ച 57-കാരന്റെ മകനുമാണല്ലോ ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഈ പരിശോധനാ ഫലം പോസിറ്റീവായെന്ന് നമുക്ക് മനസ്സിലാവുന്നത്? 2 ദിവസം മുൻപാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്. കാരണം കടുത്ത പനി ഉണ്ടായിരുന്നു. നിപ്പയുടെ ലക്ഷണങ്ങളെല്ലാം തന്നെ ഈ ഒരു 57-കാരന്റെ മകനായ 32 വയസ്സാണ് അദ്ദേഹത്തിന് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഇദ്ദേഹത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് ഇദ്ദേഹത്തെ മാറ്റിയിരുന്നു. അതിനുശേഷം ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കും ഇവരുടെ സമ്പർക്ക പട്ടികയിലുള്ള ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കും സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടുപേരുടെയും സ്രവം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരുന്നു. അതിനു മുൻപാണ് മഞ്ചേരി ലാബിലേക്ക് വൈറോളജി ലാബിലേക്ക് ഇത്തരത്തിൽ സ്രവം പരിശോധനയ്ക്ക് അയച്ചത്. ആദ്യഘട്ടത്തിൽ ഈ ആരോഗ്യ പ്രവർത്തകയുടെ സ്രവം നെഗറ്റീവായി വന്നു. അപ്പോൾ ആശ്വാസകരമായിരുന്നു. അത് നമ്മൾ വാർത്തയായി നൽകിയതാണ് കഴിഞ്ഞ ദിവസം. പക്ഷേ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് ഈ മകന്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. നിപ്പയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമോ വേണ്ടയോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു ആലോചന ഇപ്പോൾ ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവരുടെ സമ്പർക്ക പട്ടിക വളരെ വലുതാണ്. അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ പോയിട്ടുണ്ട്. പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ മരിച്ച 57-കാരനായ തോമസ് അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ പല മേഖലകളിലേക്കും സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമ്പർക്ക പട്ടിക വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അവലോകനം നടത്താനായ ഒരു യോഗം ഇന്ന് പാലക്കാട് ജില്ലാ കളക്ടറേറ്റിൽ ചേരും. കളക്ടറുടെ സാന്നിധ്യത്തിൽ DMO അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുമെന്നാണ്. നിപ്പ ഭീതി ഒഴിയുന്നില്ല ക്രിസ്റ്റീന. ഇനിയും കൂടുതൽ കേസുകൾ ഉണ്ടാകുമോ എന്ന ആശങ്ക ഇതിനകം തന്നെ ഉയരുന്നുണ്ട്. കൂടുതൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉടൻ തന്നെ വന്നേക്കാം. എന്തായാലും കേരളത്തിൽ 4ാമത്തെ കേസ് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന സുപ്രധാനമായ വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ ബ്രേക്ക് ചെയ്യാനുള്ളത്. മഞ്ചേരി ലാബിലെ പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.